പലപ്പോഴും എന്താണ് ലൈഫ് ഇൻഷുറൻസ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ പഠിച്ചിട്ട് ആണോ എടുക്കുന്നത്? ലൈഫ് ഇൻഷുറൻസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്? നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു സുരക്ഷിതത്വം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള നല്ല റിട്ടേൺസ് നൽകുന്ന പദ്ധതികൾ ഇൻഷുറൻസിലുണ്ട്. ടാക്സ് ബെനിഫിറ്റ്സ് നൽകുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഭാവിക്ക് വേണ്ടുന്നുള്ള സുരക്ഷിതത്വം നൽകുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് മനസ്സിന് നല്ലൊരു മനസമാധാനം ലഭിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. ഇതൊക്കെയാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസിനെ പറ്റി പറയുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. ഇന്ന് ഇന്ത്യയിൽ ധാരാളം ലൈഫ് ഇൻഷുറൻസ് കമ്പനികളുണ്ട്. അതില് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഗവൺമെന്റ് നേരിട്ടുള്ള സ്ഥാപനമാണ്. ഈ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളിൽ പലപ്പോഴും അവയുടെ ഗതിയെ നിയന്ത്രിക്കുന്നത് റെഗുലേറ്ററിന്റെ റൂൾസും അതുപോലെ ഗവൺമെന്റിന്റെ നോംസും എല്ലാം ഈ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ പ്രവർത്തനത്തിനെ ധാരാളമായിട്ട് ബാധിക്കാറുണ്ട്. ഈ കഴിഞ്ഞ ജനുവരി മാസം 20-ാം തീയതി ഒരൊറ്റ ദിവസം കൊണ്ട് ഏതാണ്ട് 5.88 ലക്ഷം പോളിസികൾ ചേർത്തുകൊണ്ട് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ റെക്കോർഡ്, അതായത് വേൾഡ് റെക്കോർഡ്, ഗിന്നസ് റെക്കോർഡ് നേടിയിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും ലൈഫ് ഇൻഷുറൻസ് കമ്പനികളിൽ, ലോകത്തുള്ള എല്ലാ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് LIC ഓഫ് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു നേട്ടമായിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കേണ്ടത്. ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനങ്ങളിൽ നമുക്ക് ധാരാളം പല രീതിയിലുള്ള ക്ലെയിമുകൾ, അതുപോലെ തന്നെ മെച്ചൂരിറ്റി, ഡെത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുന്ന ക്ലെയിമുകളുടെ തീർപ്പാക്കൽ, ഇങ്ങനെയുള്ള കാര്യത്തിലുമെല്ലാം LIC ഓഫ് ഇന്ത്യ മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് ഒരു പടി മുന്നിലാണ്. ഈ അടുത്തിടയ്ക്ക് നമ്മൾ ഒരു പഹൽഗാമിലെ ആക്രമണം കണ്ടു, അല്ലെ? അതുപോലെ തന്നെ ധാരാളമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കിപ്പോ വയനാട്ടിൽ കഴിഞ്ഞ വർഷം ചൂരൽമലയിൽ ഇടിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടു. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ഇതുപോലുള്ള ഭീകരാക്രമണങ്ങള്, അതുപോലെ തന്നെ ഭൂകമ്പങ്ങള്, പ്രകൃതിക്ഷോഭങ്ങള്, ഇങ്ങനെയെല്ലാം വരുമ്പോഴത്തേക്ക് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പോളിസി ഹോൾഡേഴ്സിന് പല ക്ലെയിമുകൾക്ക് വേണ്ടുന്നുള്ള പല നിർദ്ദേശങ്ങളും നിയമങ്ങളും ഒക്കെ റിലാക്സ് ചെയ്ത് അയവ് വരുത്തി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പഹൽഗാം ആക്രമണത്തിലും നമ്മൾ അതുപോലെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ക്ലെയിംസ് സെറ്റിൽ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. ഇന്ത്യയില് ഇൻഷുറൻസ് രംഗത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വന്നിരിക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഈ അടുത്തിടയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന മറ്റൊരു കാര്യമാണ്, ഏറ്റവും കൂടുതൽ ശ്രദ്ധ കാണുന്ന ഒരു കാര്യമാണ് MSC എൽസ 3 എന്ന് പറയുന്ന ഒരു കപ്പല് അപകടത്തിൽപ്പെടുകയും കേരള തീരത്ത് ആലപ്പുഴയ്ക്ക് തോട്ടപ്പള്ളിക്ക് ഏതാണ്ട് 20 നോട്ടിക്കൽ മൈൽ ദൂരത്തില് ഈ ഒരു കപ്പല് മുങ്ങി താഴുകയും ചെയ്തു. അതിൻ്റെ അകത്തുള്ള ചരക്കുകള് അത് മുങ്ങിത്താണു. ആ കപ്പലിന്റെ നഷ്ടം, ആ കപ്പല് കമ്പനിക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടം ഏതാണ്ട് 2000 കോടിക്ക് അടുത്താണെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അതിനേക്കാളും കൂടുതലായിട്ടുള്ള നഷ്ടം ഉണ്ടാകും. കപ്പലിന്റെ വില എന്ന് പറഞ്ഞാൽ 600 കോടി എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന ഈ ഭീമമായിട്ടുള്ള നഷ്ടമെല്ലാം ഇൻഷുറൻസ് കമ്പനികളിൽ കൂടെയാണ് ഇത് പൂൾ ചെയ്യപ്പെടുകയും ആ നഷ്ടം നികത്തുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇൻഷുറൻസിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് പകൽ പോലെ എന്ന പോലെ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. പെട്ടെന്നുള്ള ഒരു പ്രയാസം വരുമ്പോൾ, ഒരു ആവശ്യം വരുമ്പോഴത്തേക്കൊക്കെ ലൈഫ് ഇൻഷുറൻസ് എപ്പോഴും ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഇന്ത്യയിലോട്ട് മടങ്ങി വരുമ്പോഴത്തേക്ക് ഇന്ത്യയിലുള്ള ഇൻഷുറൻസ് കമ്പനികളെ സ്വാധീനിക്കുന്ന ഗവൺമെന്റിന്റെ നോംസിനെ പറ്റി പറഞ്ഞു, ഗവൺമെന്റ് റൂൾസ് പറഞ്ഞു. അതുപോലെ IRD എന്ന് പറയുന്ന റെഗുലേറ്ററിന്റെ ചില നിർദ്ദേശങ്ങളും എല്ലാം ബാധിക്കും ഇതിനെ. അപ്പോൾ നമുക്ക് ഇന്ത്യയിലോട്ട് വരുമ്പോഴത്തേക്ക് ഇന്ത്യ ഒരു എമർജിങ് എക്കണോമിയാണ്. എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാമ്പത്തിക അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വേൾഡിൽ ഏതാണ്ട് 5-ാം സ്ഥാനമൊക്കെ GDP ഗ്രോത്തിൽ ഇന്ത്യ കാണിക്കുന്നുണ്ട്. അപ്പോ ഈ എക്കണോമി നമുക്ക് മറ്റു രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങളെ പറ്റി നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് വിദേശ രാജ്യങ്ങളില് G7 കൺട്രീസ് എന്ന് പറയുന്ന 1975 സ്ഥാപിതമായിട്ടുള്ള G7 കൺട്രീസ്, അതിൽ വരുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് UK, USA, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, കാനഡ ആൻഡ് ഇറ്റലി, ഇങ്ങനെയുള്ള രാജ്യങ്ങളാണ് G7 ഡെവലപ്ഡ് കൺട്രീസിൽ വരുന്നത്. അപ്പൊ ഈ രാജ്യങ്ങളിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് ഈ രാജ്യങ്ങളെല്ലാം അവിടുത്തെ പലിശ നിരക്കുകൾ കുറവാണ്. അവിടെയെല്ലാം GDP ഗ്രോത്ത് വളരെ നന്നായിട്ട് GDP ഗ്രോത്ത് ലഭിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോ ഇതിനോടൊപ്പം തന്നെ സ്ഥാപിതമായിട്ടുള്ള ഏതാണ്ട് G77 എന്ന് പറയുന്ന 77 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതിൽ മിക്കവയും ദരിദ്ര രാഷ്ട്രങ്ങളാണ്, വികസ്വര രാഷ്ട്രങ്ങള്, വികസിക്കാനായിട്ട് തുടങ്ങുന്ന രാഷ്ട്രങ്ങൾ, ഇങ്ങനെയൊക്കെയായിരുന്നു. ഇന്ത്യയും അതിന്റെ ഒരു ഭാഗമായി.
എന്നാൽ 2006 കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ അകത്തുണ്ടായിരുന്ന ഈ 77 രാജ്യങ്ങളിലുണ്ടായിരുന്ന ഏതാണ്ട് 7ഓളം രാജ്യങ്ങള് E7 എക്കണോമിക്കലി ഡെവലപ്പിംഗ് എന്ന് പറയുന്ന എമർജിംഗ് എക്കണോമീസ് എന്ന് പറയുന്ന രീതിയിൽ അതിനെ ലേബൽ ചെയ്യപ്പെടുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ചൈന, ഇന്ത്യ, ഇന്തോനേഷ്യ, ബ്രസീൽ, റഷ്യ, മെക്സിക്കോ ആൻഡ് ടർക്കി ഇത്രയും രാജ്യങ്ങൾ എമർജിംഗ് എക്കണോമി ആയിട്ടാണ് കാണപ്പെടുന്നത്. എന്തിനാണ് ഞാൻ ഈ വിഷയം ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആഗോളതലത്തിലുള്ള സാമ്പത്തിക കാര്യങ്ങൾ ശരിക്കും ഇന്ത്യയെയും ഇന്ത്യയിലുള്ള ഇൻഷുറൻസ് മാർക്കറ്റിനെയും ഫിനാൻഷ്യൽ മാർക്കറ്റിനെയും എല്ലാം സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി ഒരു ശരിയായിട്ടുള്ള ഒരു ധാരണയില്ലെങ്കിലും പലപ്പോഴും നമുക്ക് തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും പലപ്പോഴും നമ്മൾ ഇത് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള ധാരണകൾ മുന്നോട്ട് പോവുകയും പലപ്പോഴും അപകടത്തിൽ ചെന്ന് ചാടുന്ന ഒരുപാട് സാധ്യതകളും സാഹചര്യങ്ങളും ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അപ്പൊ അതിനെ മറികടക്കുന്നതിന് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ബേസിക് നോളജ്, എന്താണ് വേൾഡ് എക്കണോമി, അത് എങ്ങനെയാണ് ഇന്ത്യയെ സ്വാധീനിക്കുന്നത് എന്നുള്ളതിനെ പറ്റി നമ്മൾ കുറച്ചെങ്കിലും നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ GDP ഗ്രോത്തിന്റെ ഒരു 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 സ്ലൈഡാണ് നിങ്ങളിപ്പോ കാണുന്നത്. ഇന്ത്യയിലെ GDP ഗ്രോത്ത് 1970-കളിൽ ഏതാണ്ട് $67.42 ബില്യൺ മാത്രമാണ് ഉണ്ടായിരുന്നത്. 80 ആയപ്പോഴത്തേക്ക് അത് 186.33 ആയി. 2000 468.39 ആയി. ഏതാണ്ട് 2020 ആകുമ്പോഴത്തേക്ക് 2667.69 ബില്യൺ ആണ് ഇന്ത്യയിലെ GDP എന്ന് പറയുന്നത്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ പെട്ടെന്നാണ് ഇന്ത്യയിൽ വികസനം നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന്, വളരെ ത്വരിതഗതിയിൽ വികസനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് നേരത്തെ നോക്കിയ നമ്മളെ G7-ഉം E7-ഉം കൺട്രീസ്, ഇപ്പൊ G7 കൺട്രീസിന്റെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയായിരുന്നു. 1995-ല് E7 കൺട്രീസ് G7-ന്റെ പകുതിയായിരുന്നു അവരുടെ GDP ഉണ്ടായിരുന്നത്. 2015 ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് E7-ഉം G7-ഉം ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് നിൽക്കുന്നത്. 2040 ആകുമ്പോഴത്തേക്ക് G7 കൺട്രീസ് G7 കൺട്രീസിന്റെ ഡബിൾ ആയിരിക്കും നമ്മുടെ E7 കൺട്രീസിന്റെ GDP എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ GDP ഗ്രോത്തിൽ വേൾഡിലെ നമ്പർ 2 പൊസിഷനിലോട്ട് 2040 എത്തും എന്നുള്ളതാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇപ്പൊ E7 എക്കണോമിക്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, E7 എക്കണോമിക്സിൽ ഒരു സമയം ഇതൊരു മെച്ചൂരിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ, അതിന്റെ എക്കണോമി GDP ഗ്രോത്ത് എല്ലാം മെച്ചൂരിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ അത് മിക്കവാറും അതിന്റെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് കൺസ്യൂമേഴ്സിനെ, B2B മാർക്കറ്റിനെയൊക്കെ ധാരാളമായിട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റായിട്ട് മാറുന്നതാണ്. ഇപ്പൊ GDP ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക്, ഗ്ലോബലി നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് GDP ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് കുറെ മാറ്റങ്ങൾ ആ രാജ്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണാം. ഇപ്പൊ G7 കൺട്രീസിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ GDP കൂടുന്നതനുസരിച്ച് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് നമ്മൾ അടുത്ത ഇതിൽ കാണുന്നത്. ആ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, GDP കൂടുന്നതനുസരിച്ചിട്ട് റിപ്പോ റേറ്റ് താഴ്ന്നു വരും. റിപ്പോ റേറ്റ് നിങ്ങൾക്കറിയാം, സെൻട്രൽ ബാങ്ക് നമ്മുടെ സാധാരണ ബാങ്കുകൾ കൊടുക്കുന്ന റേറ്റിനെയാണ് നമ്മൾ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 2030 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 3% ആയിരിക്കും റിപ്പോ റേറ്റ്. ഇപ്പൊ ഏതാണ്ട് 6%, 6.25% ഒക്കെ നമ്മൾ റിപ്പോ റേറ്റ് ഉണ്ട്. 2040 ആകുമ്പോൾ 2% ആയിരിക്കും റിപ്പോ റേറ്റ്. 2050 1.5% ആയിരിക്കും. 2060 1% ആയിരിക്കും. അപ്പൊ നമ്മൾ നോക്കിയാല് ഇൻട്രസ്റ്റ് റേറ്റുകൾ ക്രമമായിട്ട് കുറയുന്ന കാണാം. അപ്പൊ റിപ്പോ റേറ്റ് കുറയുന്നതനുസരിച്ചിട്ട് ബാങ്കുകൾക്ക് റേറ്റ് കുറയ്ക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് റേറ്റും കുറഞ്ഞു വരും. 2030 ഫിക്സഡ് ഡെപ്പോസിറ്റിന് 4% ഉണ്ടാവുകയുള്ളൂ. 2040 ആകുമ്പോഴത്തേക്ക് 3% ആയിരിക്കും ഫിക്സഡ് ഡെപ്പോസിറ്റ് റേറ്റ്. 2050 2.5% ആയിരിക്കും. 2060 2% ആയിരിക്കും ഫിക്സഡ് ഡെപ്പോസിറ്റ് റേറ്റുകൾ. അപ്പൊ ഫിക്സഡ് ഡെപ്പോസിറ്റ് റേറ്റുകൾ താഴ്ന്നു പോകും. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലോൺ ഇൻട്രസ്റ്റ് റേറ്റുകൾ. ലോൺ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ലോണിന്റെ പലിശ നിരക്കുകളും ഇതുപോലെ തന്നെ കുറയുന്നതായിട്ട് കാണാം. 2030 ലോൺ ഒരു 6% നമുക്ക് ലോൺ കിട്ടും. ഇപ്പൊ നമ്മൾ 9%, 10% ഒക്കെ ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് 2030 ആകുമ്പോഴത്തേക്ക് ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് താഴെ വരും. അതുപോലെ 2040 5% ആയിരിക്കും ലോൺ ഇൻട്രസ്റ്റ് റേറ്റ്. 2050 4.5% ആയിരിക്കും. 2060 4% ആയിരിക്കും ഇന്ത്യയിലെ ലോൺ റേറ്റ്. നമുക്കറിയാം പല ഡെവലപ്ഡ് കൺട്രീസിൽ, ഇപ്പൊ ജപ്പാൻ ഉൾപ്പെടെയുള്ള പല കൺട്രീസിലും അവിടെ ലോൺ റേറ്റ് വളരെ കുറവാണ്. ഇനി പെൻഷൻ റേറ്റ് അതുപോലെ തന്നെ താഴെ വരും. പെൻഷൻ റേറ്റ് 4% ആയിരിക്കും 2030 ആകുമ്പോഴത്തേക്ക്. 2040 3% ആയിരിക്കും. 2050 ആകുമ്പോഴത്തേക്ക് 2.5%, 2060 2% ആയിരിക്കും. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു ആള് ഒരു 10 ലക്ഷം രൂപ കൊണ്ടുവന്ന് ബാങ്കിൽ ഇടുകയാണ്. അയാൾക്ക് അല്ലെങ്കിൽ ഒരു പെൻഷൻ പദ്ധതിയിൽ ചേരുകയാണ്. ഇപ്പൊ 2060 അല്ലെ 2040 അയാൾ ചേരുകയാണെങ്കിൽ
ഏതാണ്ട് 30,000 രൂപയായിരിക്കും 10 ലക്ഷം രൂപയ്ക്ക് അയാൾക്ക് ഒരു വർഷത്തേക്ക് കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം 2,500 രൂപയായിരിക്കും അയാൾക്ക് പെൻഷൻ കിട്ടുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഇത് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ 8% ഗ്യാരണ്ടീഡ് റിട്ടേൺ ലോങ് ആയിട്ട് കൊടുക്കുന്നത്, ലൈഫ് ലോങ് ആയിട്ട് കൊടുക്കുന്നത്, നമുക്ക് 100 വർഷത്തേക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരാളുടെ ജീവിതകാലം വരെ കൊടുക്കുന്ന പദ്ധതികൾ നമുക്ക് LICക്ക് ഉണ്ട്. അത് മാത്രമല്ല ഇത് ഗവൺമെന്റ് ഗ്യാരണ്ടിയോടുകൂടിയുള്ള പദ്ധതികളാണ്. നിലവിൽ ഇത് ടാക്സ് ഫ്രീ ആയിട്ടാണ് ആളുകൾക്ക് കൊടുക്കുന്നത്. ഒരു ടാക്സ് ഇതിനെ ബാധിക്കത്തില്ല. 10% അല്ലെങ്കിൽ 8% വരെയൊക്കെയുള്ള ഗ്യാരണ്ടീഡ് റിട്ടേൺ കൊടുക്കുന്ന പദ്ധതികൾ നമുക്കുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പദ്ധതികളെ പറ്റി കൂടുതൽ നിങ്ങൾ അറിയേണ്ടത് ആവശ്യമാണ്. കാരണം പെൻഷൻ മാർക്കറ്റിൽ ഇത്രയും നല്ല റിട്ടേൺസ് കൊടുക്കുന്ന മറ്റ് പദ്ധതികൾ നമുക്കിന്ന് നിലവിലില്ല. അപ്പൊ LICയുടെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമുക്ക് ഈ സ്ലൈഡിൽ പോകുന്നതിന് പടത്തിൽ പോയിന്റിലൂടെ പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് പറയേണ്ടത്. GDP ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് കൂടെ കുറയുന്നതാണ്. അപ്പൊ ഇൻഫ്ലേഷൻ റേറ്റിനെ പറ്റി പലപ്പോഴും പലരും പറയാറുണ്ട്, ഇൻഷുറൻസ് ലോങ് ടേം ആണ്, ഇൻഫ്ലേഷനെ എങ്ങനെ ബീറ്റ് ചെയ്യാൻ പറ്റും, ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റു പദ്ധതികൾ ഓഹരികളിലൊക്കെ നിക്ഷേപിക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ അത് ഉയർന്ന റിട്ടേൺസ് കിട്ടും, അതിനനുസരിച്ചുള്ള റിസ്ക് നമുക്ക് സാധ്യതകളുണ്ട്. എന്നാൽ GDP ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഇൻഫ്ലേഷൻ നിരക്ക് താഴത്തോട്ട് വരും. അത് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു 5%, 6% ഒക്കെ റിട്ടേൺസ് തരുന്ന പദ്ധതികൾ, ഇപ്പൊ റിട്ടേൺസ് തരുന്ന പദ്ധതികൾക്ക് തീർച്ചയായിട്ടും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇത്രയും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ജീവൻ അക്ഷയ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ട്. ജീവൻ അക്ഷയ്. ഈ ജീവൻ അക്ഷയ് പദ്ധതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് 1990-കളിൽ തൊട്ടുണ്ടായിരുന്ന ഒരു പദ്ധതിയാണ്. ഈ 90-കളിൽ ഈ പദ്ധതിക്ക് നമ്മൾ 12.68% അതിന്റെ അകത്ത് റിട്ടേൺസ് കൊടുത്തിരുന്നത്. ജീവൻ അക്ഷയ്, ജീവൻ സുരക്ഷ ഇങ്ങനെയുള്ള പദ്ധതികൾക്കൊക്കെ ഏതാണ്ട് 12.68% നമ്മൾ റിട്ടേൺസ് കൊടുത്തിരുന്നത്. അതിനേക്കാൾ 1% കൂടുതലായിരിക്കും അന്ന് ബാങ്ക് റേറ്റ്, ഏതാണ്ട് 14% അല്ലെങ്കിൽ 13.68% ഒക്കെ ആയിരിക്കും ബാങ്ക് അന്ന് റേറ്റ് കൊടുത്തിരുന്നത്. പക്ഷെ അന്ന് ബാങ്കിൽ കൊണ്ടുവന്നിട്ടിരുന്ന ആളുകളോട് ലൈഫ് ഇൻഷുറൻസിൽ ഇങ്ങനെയുള്ള ഡെപ്പോസിറ്റ് ഉണ്ട്, ഇതിന്റെ അകത്ത് ചേരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ബാങ്ക് റേറ്റ് കുറച്ചും കൂടെ ഉയർന്നതായതുകൊണ്ട് ആളുകൾ അതിന്റെ അകത്താണ് നിക്ഷേപിച്ചിരുന്നത്. പക്ഷെ വളരെ കുറച്ച് ആളുകൾ ഈ പറയുന്ന പോലെ ജീവനക്ഷയില് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കേണ്ട 90 കഴിഞ്ഞ് ഇപ്പൊ 2025 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് ചേർന്നിരിക്കുന്ന ജീവനക്ഷയ പദ്ധതികൾക്ക് നമ്മൾ ഇപ്പോഴും 12.68% തന്നെയാണ് റേറ്റ് ഓഫ് റിട്ടേൺ കൊടുക്കുന്നത്. 2000 ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ജീവനക്ഷയുടെ റേറ്റ് കുറച്ചു 10.83% ആക്കി. 2010 അത് 7.51% ആയി. 2020 5.39% ആയി. ഇപ്പൊ 2024 6.77% നമ്മൾ ജീവനക്ഷയിൽ റേറ്റ് ഓഫ് റിട്ടേൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക്, നമ്മൾ നേരത്തെ GDPയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും കണ്ടു, നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ബാങ്ക് റേറ്റ് കുറയുന്ന സമയത്തും ജീവനക്ഷയിൽ നമ്മൾ 6.77% ഇപ്പൊ ചേരുന്ന ആളുകൾക്ക് അടുത്ത അവരുടെ ജീവിതകാലം മുഴുവനും ഈ 6.77% വെച്ചിട്ട് നമ്മൾ റേറ്റ് ഓഫ് റിട്ടേൺ കൊടുക്കുന്നതാണ്. അപ്പൊ ജീവനക്ഷയ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പൊ എന്തുകൊണ്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി നമ്മുടെ കയ്യിൽ ധാരാളം അസറ്റുകൾ നമുക്കുണ്ടാകും, ധാരാളമായിട്ടുള്ള അസറ്റുകൾ, വ്യത്യസ്തമായിട്ടുള്ള അസറ്റുകൾ ഉണ്ടാകും. അപ്പൊ ഈ അസറ്റുകളെ നമ്മൾ എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അതിനെ നിക്ഷേപിക്കേണ്ടത് എന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ധാരണ കൂടെ ഉണ്ടായാൽ മാത്രമേ നമ്മളുടെ ഈ ആദ്യത്തെ ക്ലാസ്സിന്റെ പ്രയോജനം നിങ്ങൾക്ക് മാക്സിമം ആയിട്ട് മനസ്സിലാകുള്ളൂ. ഇപ്പൊ എന്താണ് ആസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ്തികൾ നമുക്ക് പല രീതിയിലുള്ള ആസ്തികളുണ്ട് അല്ലെ. നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കി തരുന്നതിന് നമുക്ക് ആസ്തി എന്ന് പറയാം. അപ്പൊ ഈ ആസ്തികള് നമ്മൾ പല രീതിയിൽ തിരിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ പ്രധാനമായിട്ടും നമ്മൾ 3 രീതിയിലാണ് ഈ ആസ്തികളെ തിരിക്കുന്നത്. അപ്പൊ ഒന്നാമത് അസറ്റ് ക്ലാസിന്റെ പാരാമീറ്റേഴ്സ് പറയുന്നത് ഇങ്ങനെയാണ്: സേഫ് ആയിട്ടുള്ള അസറ്റ് ക്ലാസ്, സേഫ് അസറ്റ് ക്ലാസ്. രണ്ടാമത്തെ വിളിക്കുന്ന ഒരു മീഡിയം റിസ്ക് അസറ്റ് ക്ലാസ്. മൂന്നാമത്തെ ഹൈ റിസ്ക് അസറ്റ് ക്ലാസ്. ഇങ്ങനെ 3 തരത്തിൽ നമ്മൾ ഈ ആസ്തികളെ നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഈ ആസ്തികളെ തരംതിരിക്കുമ്പോഴത്തേക്ക് എന്താണ് സേഫ് അസറ്റ് ക്ലാസിനെ പറ്റി പറയുന്നത്? സേഫ് അസറ്റ് ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്യാരണ്ടി നൽകുന്ന, സുരക്ഷിതമായിട്ടുള്ള കറക്റ്റ് റിട്ടേൺസ് തരുന്നത്. കറക്റ്റ് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് റെപ്പോ റേറ്റിന് തുല്യമായിട്ടുള്ള റിട്ടേൺസ് തരുന്ന പദ്ധതികളാണ് നമ്മുടെ ഈ സേഫ് ആയിട്ടുള്ള അസറ്റ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അതിന്റെ നമുക്ക് റിസ്ക് ഇല്ല, നമുക്കത് കുറഞ്ഞു പോകുമോ എന്നൊക്കെയുള്ള നമുക്ക് ഭയത്തിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ നികുതി വിമുക്തമാണ്, പൂർണ്ണമായിട്ടും നികുതി വിമുക്തമാണ്, ടാക്സ് ഫ്രീ ആയിരിക്കും. അതുപോലെ തന്നെ ക്യാപിറ്റൽ, നമ്മൾ ഇട്ട തുക നമ്മുടെ കയ്യിൽ നിന്ന് പോകുമോ എന്നുള്ളൊരു ഭയം നമുക്ക് വേണ്ട. ഈ അടുത്തിടയ്ക്ക് നമുക്ക് ഒരുപാട് രീതിയിലുള്ള ഫിനാൻഷ്യൽ ഫ്രോഡ് നടക്കുന്ന ഒരു സമയമാണ്. ഓഹരികളിലൊക്കെ നിക്ഷേപിച്ചുകൊണ്ട് ട്രംപും അതുപോലെ തന്നെ അദാനിയും ഒക്കെ നേരിട്ട് വന്ന് സംസാരിക്കുന്നതായിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ആളുകൾ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ നമ്മുടെ
നിർമ്മല സീതാരാമൻ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ വന്ന് നേരിട്ട് സംസാരിക്കുന്നു. ഇങ്ങനെയുള്ള ഫേക്ക് വീഡിയോകൾ ഇട്ടുകൊണ്ട് ആളുകളെ പറ്റിക്കുന്ന ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടെ ആളുകളെ പറ്റിക്കുന്ന രീതികൾ നമ്മൾ കണ്ടു. കേരളത്തിൽ പ്രത്യേകിച്ച് ധാരാളം ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ വീണിട്ട് പണം പോകുന്ന ധാരാളം ആളുകളെ നമ്മൾ കണ്ടു. ഇവിടെയെല്ലാം നമ്മൾ ഈ സേഫ് അസറ്റ് ക്ലാസ്സുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വളരെ ഹൈ റിട്ടേൺ ഉള്ള അല്ല കറക്റ്റ് റിട്ടേൺ ആയിരിക്കും തരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ അകത്തുള്ള ക്യാപിറ്റൽ നമ്മൾ ഇട്ട തുക നമുക്ക് ഒരിക്കലും പോകത്തില്ല. 100% ഗ്യാരണ്ടി ഇതാണ്. നമ്മൾ പണം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകെ നമുക്ക് നോക്കി നടക്കേണ്ടതിന്റെ കാര്യമില്ല. അത് കൂടിയോ കുറഞ്ഞു പോകുമോ അങ്ങനെയുള്ള ഒരു ഭയത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ വളരെ സേഫ് ആയിട്ടുള്ള ഫണ്ടുകളാണ് നമ്മൾ സേഫ് അസറ്റ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ അകത്ത് നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സമാധാനം നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഇവന്റ്സ് നമുക്ക് പലപ്പോഴും അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോങ് ടൈം ഗോളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, അതുപോലെ റിട്ടയർമെന്റ്, ഇങ്ങനെയുള്ള ലോങ് ടൈം ഗോളുകൾക്ക് ഈ സേഫ് അസറ്റ് ക്ലാസ്സുകളാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ സേഫ് അസറ്റ് ക്ലാസ്സുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള റിട്ടേൺസ് വളരെ കറക്റ്റ് റിട്ടേൺസ് ആയിരിക്കും അവ തരുന്നത്. നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺസ് ആണ്. നമുക്ക് എത്ര തുക എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി തന്നെ പ്രവചിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അസറ്റ് ക്ലാസ്സുകളാണ് നമ്മൾ സേഫ് അസറ്റ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തതിനെ നമ്മൾ വിളിക്കുന്നത് മീഡിയം റിസ്ക് അസറ്റ് ക്ലാസ്സുകൾ എന്നാണ്. എന്താണ് മീഡിയം റിസ്ക് അസറ്റ് ക്ലാസ്സുകൾ? മീഡിയം റിസ്ക് അസറ്റ് ക്ലാസ്സുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെയാണ്. അതായത് നമ്മളുടെ റിപ്പോ റേറ്റിനേക്കാൾ ഒരു 5% കൂടുതൽ റേറ്റ് ഓഫ് റിട്ടേൺ തരുന്ന പദ്ധതികളാണ് മീഡിയം റിസ്ക് അസറ്റ് ക്ലാസ്സുകൾ. നമ്മുടെ റിപ്പോ റേറ്റ് 6% ആണെങ്കിൽ ഒരു 5% വരെ, ഒരു 11% വരെയൊക്കെ റിട്ടേൺസ് നൽകാവുന്ന പദ്ധതികളാണ് ഈ പറയുന്ന മീഡിയം റിസ്ക് അസറ്റ് ക്ലാസ്സുകൾ. പക്ഷെ റിട്ടേൺസ് സബ്ജക്ട് ടു മീഡിയം റിസ്ക്, അതായത് എക്കണോമിക് ഫാക്ടേഴ്സ്, പെട്ടെന്ന് ഒരു ഗ്ലോബൽ റിസ്ക് ഉണ്ടാകുന്ന, ഒരു യുദ്ധം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കാലാവസ്ഥയിൽ വലിയൊരു വ്യതിയാനം ഉണ്ടാകുന്നു, വലിയൊരു നാച്ചുറൽ കലാമിറ്റി വരുന്നു, എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, എക്കണോമിക് റിഫോംസ് പല രാജ്യങ്ങൾ നടത്തുന്നു, ഇങ്ങനെയുള്ള എല്ലാം വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഈ മീഡിയം റിസ്ക് തൊണ്ട് റിട്ടേൺസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആകണമെന്ന് നിർബന്ധമില്ല. ചിലത് ടാക്സ് ഫ്രീ ആയിട്ടുള്ളത് കൊണ്ട്, ചിലത് ടാക്സബിൾ ആയിട്ടുള്ളതുണ്ട്. ഇപ്പൊ ചില മീഡിയം റിസ്ക് അസറ്റ് ക്ലാസ്സിൽ ടാക്സബിൾ ആണ്. അത് ഏതൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം. ചിലത് ടാക്സ് ഫ്രീ ആയിട്ടുള്ളതുണ്ട്. നമ്മൾ മെച്ചൂരിറ്റി മേടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതുകൊണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് ഒരു മോണിറ്ററിംഗ് ആവശ്യമാണ്. നമ്മൾ ഇയർലി അല്ലെങ്കിൽ ഒരു ഹാഫ് ഇയർലി ഒക്കെ കൂടുമ്പോഴത്തേക്ക് ഇത് കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്തിട്ടിരിക്കണം. മോണിറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിട്ടേൺസിന്റെ അകത്ത് കിട്ടണമെന്നില്ല. എന്നാലും ചെറിയ രീതിയിലുള്ള നമുക്കൊരു ആകാംക്ഷയുടെ സാധ്യതയുണ്ട്. അതാണ് ലിറ്റിൽ ചാൻസ് ഫോർ ആൻസൈറ്റി ആൻഡ് സ്ട്രെസ് ഡ്യൂ ടു ഇൻവെസ്റ്റ്മെന്റ് ഫെയിലിയേഴ്സ്. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റിൽ ചില ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇട്ട പൈസ പോയല്ലോ, അത് കുറഞ്ഞു പോയല്ലോ എന്നൊക്കെയുള്ള ടെൻഷനും സ്ട്രെസ്സും വരിയൊക്കെ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത് മീഡിയം ടേം ഗോളുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ മീഡിയം ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 5 വർഷത്തിന് ശേഷം ഒരു 10 വർഷം വരെയുള്ള കാലാവധിയിൽ വരുന്ന ആവശ്യങ്ങൾക്കൊക്കെയാണ് നമുക്ക് ഈ മീഡിയം റിസ്ക് അസറ്റ് ക്ലാസ്സുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ അസറ്റ് ക്ലാസ്സുകൾ ഒരിക്കലും നമ്മൾ ഗ്യാരണ്ടീഡ് ഇവന്റ്സിന് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യാൻ പാടില്ല. ഇപ്പൊ കുട്ടിയുടെ വിവാഹം, നല്ല വിദ്യാഭ്യാസം, റിട്ടയർമെന്റ്, ഇങ്ങനെയുള്ള കാര്യത്തിന് ഈ അസറ്റ് ക്ലാസ് പ്രിഫറബിൾ അല്ല. ഇതാണ് നമ്മുടെ മീഡിയം റിസ്ക് അസറ്റ് ക്ലാസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ അസറ്റ് ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഹൈ റിട്ടേൺ, ഹൈ റിസ്ക് അസറ്റ് ക്ലാസ് പാരാമീറ്റേഴ്സ്. എന്താണ് ഹൈ റിസ്ക് അസറ്റ് ക്ലാസ്സുകൾ എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് കാണാം. ഹൈ റിസ്ക് അസറ്റ് ക്ലാസ്സുകൾ റിപ്പോ റേറ്റിനേക്കാളും 5% മുകളിൽ റേറ്റ് ഓഫ് റിട്ടേൺ തരുന്നതാണ്. റിപ്പോ റേറ്റ് 6% ആണെങ്കിൽ 11% മുകളിൽ റേറ്റ് ഓഫ് റിട്ടേൺ നൽകുന്ന പദ്ധതികളാണ് നമ്മുടെ ഹൈ റിസ്ക് അസറ്റ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും ഇത് ഹൈ റിസ്ക് ആണ്. മാർക്കറ്റ് റിസ്ക് അനുസരിച്ചിട്ട് എക്കണോമിക് ഫാക്ടേഴ്സ് ഒക്കെ ഇതിനെ കാര്യമായിട്ട് ബാധിക്കുന്നതാണ്. ടാക്സബിൾ ആണ്. 100% ടാക്സ് കൊടുക്കാതെ ഈ പറയുന്ന അസറ്റ് ക്ലാസ്സിൽ നമുക്ക് പണം തിരിച്ചു മേടിക്കാനായിട്ട് പറ്റത്തില്ല. അതുപോലെ സീറോ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ. നമ്മൾ ഇട്ട തുകയ്ക്ക് ഒരിക്കലും ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ഉണ്ടാകത്തില്ല. ചിലപ്പോൾ ഇട്ട തുക മുഴുവനും നമുക്ക് നഷ്ടപ്പെടാവുന്നതാണ്. അതിന്റെ മോണിറ്ററിങ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളിന്ന് മോണിറ്റർ ചെയ്യേണ്ടിയിരിക്കണം. കാരണം ഇതിന്റെ അകത്ത് എപ്പോഴാണ് നഷ്ടം വരുന്നത്, എപ്പോഴാണ് ലാഭം ഉണ്ടാകുന്നത് നമുക്ക് കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. ഇനി ഇതിന്റെ അകത്തുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എപ്പോഴും നമ്മൾ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ നമുക്ക് കൂടുന്ന തരത്തിലുള്ള അസറ്റ് ക്ലാസ്സുകളാണിത്. പലപ്പോഴും വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോളുകൾ, 1 വർഷം അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ വരുന്ന ആവശ്യങ്ങളൊക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഹൈ റിസ്ക് അസറ്റ് ക്ലാസ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഹൈ റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതനുസരിച്ചിട്ട് നമ്മളുടെ ജീവിതശൈലിയെ തന്നെ മാറ്റാൻ പറ്റുന്നതിലുള്ള ഹൈ റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യതയാണുള്ളത്. അപ്പൊ അതിന്റെ മറുവശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റിസ്ക്കും ഇതിന്റെ അകത്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിന്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്. അതിന് 3 തരം അസറ്റ് ക്ലാസ്സുകളാണ് നമുക്കുള്ളത്. അന്ന് നമ്മൾ കണ്ടത് സേഫ് അസറ്റ് ക്ലാസ്, രണ്ടാമത് കണ്ടത് മീഡിയം റിസ്ക് അസറ്റ് ക്ലാസ്, മൂന്നാമത് കണ്ടത് ഹൈ റിസ്ക് അസറ്റ് ക്ലാസ്. ഇനി ഇത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതെല്ലാം പ്രോഡക്ട്സ് ആണ് നമുക്ക് ഈ പറയുന്ന സേഫ് അസറ്റ് ക്ലാസ്സിൽ പെടുന്നത്, ഏതെല്ലാം പ്രോഡക്ട്സ് ആണ് മീഡിയം റിസ്കിൽ അല്ലെങ്കിൽ ഹൈ റിസ്കിൽ പെടുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ നമ്മൾ അതിനെപ്പറ്റിയാണ് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ നമ്മൾ കാണാൻ പോകുന്നത്.
ഏതൊക്കെയാണ് നമ്മുടെ സേഫ് അസറ്റ് ക്ലാസ്സിൽ എന്ന് നോക്കാം. സേഫ് അസറ്റ് ക്ലാസ്സിലുള്ള പോപ്പുലർ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഗ്യാരണ്ടീഡ് ഇൻകം പ്ലാൻസ്, ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്ന ഗ്യാരണ്ടീഡ് ഇൻകം പ്ലാൻസുകളെല്ലാം സേഫ് അസറ്റ് ക്ലാസ്സിൽ പെടുന്നതാണ്. അതുപോലെ ഗ്യാരണ്ടീഡ് കോർപ്പസ് പ്ലാനുകളുണ്ട്. ഇൻകം പ്ലാൻ അല്ലാതെ ഒരുമിച്ചൊരു തുക കിട്ടുന്ന പ്ലാനുകൾ നമ്മൾ കോർപ്പസ് പ്ലാനുകൾ എന്ന് പറയുന്നുണ്ട്. ഗ്യാരണ്ടി നൽകുന്ന കോർപ്പസ് പ്ലാനുകളുണ്ട്. അതും ഈ പറയുന്ന സേഫ് അസറ്റ് ക്ലാസ്സിൽ പെടുന്നതാണ്. പാർട്ടിസിപ്പേറ്റിംഗ് പ്ലാനുകൾ, പല കമ്പനികളുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന പാർട്ടിസിപ്പേറ്റിംഗ് പ്ലാനുകളുണ്ട്. അതും നമുക്ക് സേഫ് അസറ്റ് ക്ലാസ്സിൽ പെടുത്താവുന്നതാണ്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, അത് സേഫ് അസറ്റ് ക്ലാസ്സിൽ വരുന്നതാണ്. സുകന്യ സമൃദ്ധി സ്കീം, കുട്ടികൾക്ക് വേണ്ടി പോസ്റ്റ് ഓഫീസ് വഴി സെൻട്രൽ ഗവൺമെന്റ് നടപ്പിലാക്കിയിരിക്കുന്ന സുകന്യ സമൃദ്ധി സ്കീം നമുക്ക് സേഫ് അസറ്റ് ക്ലാസ്സിൽ പെടുത്താവുന്നതാണ്. ഇനി മീഡിയം റിസ്ക് അസറ്റ് ക്ലാസ് എന്നതിൽ വരുന്നത് ഏതൊക്കെയാണെന്നുള്ള നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത്. മീഡിയം റിസ്ക് അസറ്റ് ക്ലാസ്സിൽ പ്രധാനപ്പെട്ട നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകളാണ്, SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ എന്നുള്ളത്. മ്യൂച്വൽ ഫണ്ടുകൾ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺസ് ഒരു മീഡിയം റിസ്കിലുള്ള നമുക്ക് റിട്ടേൺസ് മീഡിയം ആയിട്ടുള്ള റിട്ടേൺസ് കിട്ടാം. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് നമുക്ക് ടാക്സബിൾ ആണ്. പലപ്പോഴും മ്യൂച്വൽ ഫണ്ട് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരാറുണ്ട്. അങ്ങനെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് കൊടുക്കണം. അതുപോലെ നാഷണൽ പെൻഷൻ സ്കീം, ഗവൺമെന്റിന്റെ നമ്മുടെ പെൻഷൻ ഒരു സ്കീമാണ് നാഷണൽ പെൻഷൻ സ്കീം. ഇത് നമുക്കൊരു മീഡിയം റിസ്ക് ആണ്. കാരണം ഈ പെൻഷൻ പദ്ധതിയിലുള്ള പണം നമുക്ക് ഓഹരികളിൽ നിക്ഷേപിച്ചിട്ട് അതിന്റെ അകത്ത് റിട്ടേൺസ് അനുസരിച്ചിട്ടാണ് അതിനകത്ത് പെൻഷൻ കൊടുക്കുന്നത്. ബാങ്കിങ് ആൻഡ് പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ്, ഇതിന്റെ അകത്ത് നമുക്കൊരു മീഡിയം റിസ്ക് നമുക്ക് ഉണ്ട്. പ്രോപ്പർട്ടി റെന്റൽ, ഇതിൽ നമുക്ക് മീഡിയം റിസ്ക് ആണ്. അതുപോലെ തന്നെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകൾ, ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകൾ, ഇതിൽ നമുക്കൊരു നിശ്ചിത എമൗണ്ട് കഴിഞ്ഞാൽ നമുക്ക് ടാക്സബിൾ ആണ്. ഒരു നിശ്ചിത എമൗണ്ട് വരെ നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് നമുക്ക് മെച്ചൂരിറ്റി മേടിക്കാൻ പറ്റും. അപ്പോൾ ഈ വർഷത്തെ കണക്ക് പ്രകാരം 2.5 ലക്ഷം രൂപ വരെ ഒരു വർഷം പ്രീമിയം അടക്കുന്ന നമുക്ക് മെച്ചൂരിറ്റി മേടിക്കുമ്പോഴേക്കും നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാനുകളിൽ വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹൈ റിസ്ക് അസറ്റ് ക്ലാസ്സുകളാണ്. ഏതൊക്കെയാണ് നമ്മൾ ഹൈ റിസ്ക് അസറ്റ് ക്ലാസ്സുകൾ എന്നുള്ളതാണ്. ഹൈ റിസ്ക് അസറ്റ് ക്ലാസ്സുകൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെ. സ്റ്റോക്സിൽ നമ്മൾ പലപ്പോഴും നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉയർച്ച താഴ്ചകൾ നമ്മൾ ഒരുപാട് വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. അപ്പോ പല കമ്പനികളിലൊക്കെ പണം നിക്ഷേപിച്ചിട്ട് ചിലപ്പോൾ നല്ല റിട്ടേൺസ്, ഇൻഫോസിസ് എന്നൊക്കെ പറയുന്ന നല്ല കമ്പനികളൊക്കെ നിക്ഷേപിച്ചിട്ട് നല്ല റിട്ടേൺസ് കിട്ടിയ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. റിലയൻസിൽ നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ചില കമ്പനികളിലൊക്കെ നിക്ഷേപിച്ചിട്ട് ഇട്ട പൈസ പോലും പോയിട്ടുണ്ട്. ഉദാഹരണം എന്ന് പറഞ്ഞാൽ GMR ഇൻഫ്ര, അതുപോലെ ഗീതാഞ്ജലി ജെംസ്, ഇങ്ങനെയുള്ള തട്ടിക്കൂട്ട് കമ്പനികളൊക്കെ ഉണ്ട്. ഇതിന്റെ അകത്തൊക്കെ പണം നിക്ഷേപിച്ചിട്ട് ആ പണമായിട്ട് അതിന്റെ ഓണർ ഉൾപ്പെടെ ഇവിടെ നിന്ന് മുങ്ങിയിരിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ അകത്തൊരു ഹൈ റിസ്ക് നമുക്ക് എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാം. ക്രിപ്റ്റോ കറൻസി നമുക്ക് ഇന്ത്യയിൽ നിയമപരമായിട്ട് നമ്മൾ അനുവദിച്ചിട്ടില്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ഇതുപോലെ തന്നെ ഹൈ റിട്ടേണും അതുപോലെ ഹൈ റിസ്ക്കും ഉള്ളതാണ് ക്രിപ്റ്റോ കറൻസി. അതുപോലെ നമ്മുടെയൊക്കെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ അകത്ത് എപ്പോഴും ഒരു റിസ്ക് എലമെന്റ് ഉണ്ട്. ആ ബിസിനസ് പ്രോപ്പറായിട്ട് റൺ ചെയ്തില്ലെങ്കിൽ, അതിന്റെ സിസ്റ്റംസ് എല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യില്ലെങ്കിൽ, അതിന്റെ ബിസിനസ് പ്രോപ്പറായിട്ടുള്ള ഗ്രോത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് റിസ്ക് ഉണ്ട്. അപ്പൊ അതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് ഹൈ റിട്ടേൺസ് നമുക്ക് ഇവിടെ കിട്ടും. ലീഗലൈസ്ഡ് ബെറ്റിംഗ്, നിയമപരമായിട്ടുള്ള ബെറ്റിംഗ് നടക്കാറുണ്ട്. ഇപ്പൊ വാതുവയ്പ് എന്ന് പറയുന്നത് നിയമപരമായിട്ട് നടത്തുന്ന വാതുവയ്പുണ്ട്. അതിന്റെ അകത്ത് ഇതുപോലെ 50-50 ചാൻസ് ആണ്. കിട്ടിയാ കിട്ടി, പോയാ പോയെന്നുള്ള രീതിയാണ്. അല്ല ഫോറക്സ് ട്രേഡ്, ഇതിന്റെ അകത്ത് നമുക്ക് ഇതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് ആണ്. അതിന്റെ അകത്തുള്ള ട്രേഡിംഗിൽ ഇതുപോലെ ഹൈ റിട്ടേണും ഹൈ റിസ്ക്കും നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങളാണ്. ഇനി ഒരു വ്യക്തി അയാളുടെ പണം എങ്ങനെയാണ് നമ്മൾ നിക്ഷേപിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പൊ ഒരു വ്യക്തി എടുത്തു കഴിഞ്ഞാൽ, ആ കുടുംബത്തിന് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇൻകം ഉണ്ടാവും, വരുമാനം ഉണ്ടാവും. അപ്പൊ വരുമാനത്തിന്റെ അനുസരിച്ചിട്ടാണ്, ആ വരുമാനവും ചെലവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവരെങ്ങനെയാണ് പണം നിക്ഷേപിക്കേണ്ടത്, ഏതെല്ലാം അസറ്റ് ക്ലാസ്സിലാണ് അവർ പണം നിക്ഷേപിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് നമുക്കൊരു ബോധ്യം ഉണ്ടാകുന്നത്. ഇപ്പൊ ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യൻ ഗ്രൂപ്പ് ഒരു 1 ലക്ഷം രൂപ വരെ മാസ വരുമാനമുള്ളവര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 2 ലക്ഷം രൂപ ഒരു വർഷം, 12 ലക്ഷം രൂപ ഒരു വർഷം വരുമാനമുള്ള ആളുകൾ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് 100% അവർ സേഫ് അസറ്റ് ക്ലാസ്സിൽ തന്നെ ആയിരിക്കും നിക്ഷേപിക്കേണ്ടത്. ഇപ്പൊ നമുക്കറിയാം, ഒരു മാസം അവരുടെ വരുമാനത്തിന്റെ ഒരു 10-30% ആണ് അവർക്ക് മാക്സിമം അവർക്ക് മാറ്റാൻ പറ്റും, ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് മാറ്റാൻ പറ്റുന്നത്. അത് പല രീതിയിലായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ സേഫ് അസറ്റ് ക്ലാസ്സിൽ നിക്ഷേപിക്കേണ്ടത് ഏതാണ്ട് 1 ലക്ഷം രൂപ വരുമാനമുള്ള ആള്, മാസ വരുമാനമുള്ള ആള്, അതായത് 12 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ആള്, അയാളുടെ നിക്ഷേപം മുഴുവനും സേഫ് അസറ്റ് ക്ലാസ്സിലായിരിക്കും ചെയ്യേണ്ടത്. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം, ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തുടക്കമാണ് വരുന്നത്. അവരുടെ വരുമാനം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആ വരുമാനം ഒരുപക്ഷെ ഉയർന്നു വരാം. അപ്പോൾ അവർക്ക് അടിസ്ഥാനപരമായിട്ട് നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോഴും അതിന്റെ അകത്ത് അടിസ്ഥാനം പോലെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഇടുന്നത് പോലെ തന്നെ ഫിനാൻഷ്യൽ പിരമിഡിലും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട സേഫ് അസറ്റ് ക്ലാസ്സിലായിരിക്കണം ആദ്യത്തെ ഫില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഏറ്റവും നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ഇടുക. ഇപ്പൊ 1 ലാഖ് വരെ വരുമാനമുള്ള ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നമ്മൾ മീഡിയം റിസ്കിലോ ഹൈ റിസ്കിലോട്ടോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. സേഫ് അസറ്റ് ക്ലാസ്സിലോട്ട് മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇനി
1 ലാഖിന് മുകളിൽ വരുമാനമുള്ള ആളുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 1 ലാഖ് ടു 2 ലാഖ് ആണ് അവരുടെ ഇൻകം, അല്ലെങ്കിൽ 2 ലാഖിന് മുകളിലാണ് അവരുടെ ഇൻകം എങ്കിൽ, 12 ലക്ഷം തൊട്ട് 24 ലക്ഷം വരെയുള്ള വരുമാനമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് 50% സേഫ് അസറ്റ് ക്ലാസ്സിലും ഒരു 50% മീഡിയം റിസ്ക് അസറ്റ് ക്ലാസ്സിലും നിക്ഷേപിക്കാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്കൊരു 24 ലക്ഷം രൂപ അല്ലെ 20 ലക്ഷം രൂപ വരുമാനം ഉണ്ടെന്നിരിക്കട്ടെ. അയാൾ ഒരു 2 ലക്ഷം രൂപ വെച്ചിട്ട് ഒരു വർഷം നിക്ഷേപിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിലൊരു 1 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഗ്യാരണ്ടീഡ് റിട്ടേൺസ് കിട്ടുന്ന സേഫ് ആയിട്ടുള്ള അസറ്റ് ക്ലാസ്സിൽ വേണം നിക്ഷേപിക്കാനായിട്ട്. അതാണ് അയാളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് എമൗണ്ട് 1 ലക്ഷം രൂപ അയാൾക്ക് മീഡിയം റിസ്കില്, ഹൈ റിസ്കിൽ എവിടെയും പോകാൻ പാടില്ല, മീഡിയം റിസ്കിൽ വേണം അയാൾ നിക്ഷേപിക്കാനായിട്ട്. ഇവിടെയാണ് പലപ്പോഴും നമ്മുടെ ആളുകൾക്ക്, കുട്ടികൾക്ക് എല്ലാം തെറ്റുപറ്റുന്നത്. ഒരു പ്രോപ്പറായിട്ട് ആരെങ്കിലും ഒക്കെ പറയും ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും ഇവർക്ക് ഒരുപാട് അബദ്ധങ്ങൾ പിണയാറുണ്ട്. അപ്പൊ ഇത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ അസറ്റ് ക്ലാസ്സുകളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ബാലപാഠമാണ് നമ്മൾ പറയുന്നത്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആശങ്കപ്പെടേണ്ട ആവശ്യം വരില്ല. പ്രത്യേകിച്ച് നമ്മൾ അറിയാം, നമുക്ക് ഇതിന്റെ അകത്തൊരു മീഡിയം റിസ്ക് അസറ്റ് ക്ലാസ്സിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു ആശങ്കയുണ്ട്. പക്ഷെ ആ ആശങ്ക നേരിടാനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണ് മീഡിയം റിസ്ക് അസറ്റ് ക്ലാസ്സിൽ ഉള്ള, അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ്, ആ ഒരു വരുമാനമുള്ള ആളുകൾ. 12 ലക്ഷത്തിന് മുകളിലാണ് അവരുടെ വരുമാനം. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ചെറിയൊരു എമൗണ്ട് അങ്ങനെ മീഡിയം റിസ്ക് അസറ്റ് ക്ലാസ്സിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തത് ഹൈ റിസ്ക് ആയിട്ടുള്ള അസറ്റ് ക്ലാസ്സിൽ എങ്ങനെയുള്ളവരാണ് നിക്ഷേപിക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് ഹൈ റിസ്ക് അസറ്റ് ക്ലാസ്സിൽ നിക്ഷേപിക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 24 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ള ആളുകൾ, 24 ലാക്സിൽ കൂടുതലാണ് വരുമാനമെങ്കിൽ അവർ നിക്ഷേപിക്കുന്നത്, ഒരു ഉദാഹരണം 3 ലക്ഷം രൂപയാണ് അവർ ടോട്ടൽ നിക്ഷേപിക്കാമെങ്കിൽ അതിൽ 1 ലക്ഷം രൂപ ഗ്യാരണ്ടീഡ് റിട്ടേൺ തരുന്ന സേഫ് അസറ്റ് ക്ലാസ്സിൽ നിക്ഷേപിക്കുക. പിന്നീടുള്ള 1 ലക്ഷം എന്ന് പറയുന്നത് മീഡിയം റിസ്ക് അസറ്റ് ക്ലാസ്സിൽ, യുലിപ്പ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇങ്ങനെയുള്ള ഫണ്ടുകളിൽ നമ്മൾ നിക്ഷേപിക്കുക. മൂന്നാമത് ഒരു 1 ലക്ഷം രൂപ നമ്മൾ സ്റ്റോക്സിൽ ഹൈ റിട്ടേൺസ്, ഹൈ റിസ്ക് ഉള്ള അസറ്റ് ക്ലാസ്സിൽ നിക്ഷേപിക്കുക. ഇവിടെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 33%, 33%, 33% വെച്ചിട്ട് മീഡിയത്തിലും ഹൈയിലും സേഫിലുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇതാണ് നമുക്ക് അസറ്റ് ക്ലാസ്സുകളുടെ പാരാമീറ്റേഴ്സ് വെച്ചുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ നമ്മൾ തയ്യാറാക്കേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.